നമസ്കാരം. എന്നാൽ നമ്മുടെ കേരളത്തിൻ്റെ അഭിമാനമായ ആരോഗ്യമന്ത്രി കരിങ്കൊടിക്കാറ്റിൽ പിടലിയൊടിഞ്ഞ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ വിവരം വ്യസന സമേതം ഇവിടെ പൊതുസമൂഹം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ സമയത്ത് പോലും കൂടെ ഒരു വീഡിയോ ആയിട്ട് വരാൻ തോന്നുന്നത്. മെഡിക്കൽ ബുള്ളറ്റിൻ ഇറങ്ങിയിരിക്കുന്നു. കണ്ണൂർ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ സൂപ്രണ്ടിൻ്റെ ഒരു മെഡിക്കൽ ബുള്ളറ്റിൻ ഇറങ്ങിയിരിക്കുന്നു. ഒന്ന് വായിക്കാം. തീയതി 25/2/2025, സമയം 8 PM. വിഷയം ബഹുമാനപ്പെട്ട കുടുംബ ആരോഗ്യക്ഷേമ വകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജിൻ്റെ ആരോഗ്യസ്ഥിതിയുമായി ബന്ധപ്പെട്ട മെഡിക്കൽ ബുള്ളറ്റിൻ. കണ്ണൂർ ജില്ലാ ആശുപത്രി സൂപ്രണ്ട് നിയോഗിച്ച വിദഗ്ധ ഡോക്ടർമാർ അടങ്ങിയ മെഡിക്കൽ ടീം ബഹുമാനപ്പെട്ട ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജിനെ പരിശോധിക്കുകയും ടെസ്റ്റുകൾ നടത്തുകയും ചെയ്തു. മെഡിക്കൽ ബോർഡിൻ്റെ തീരുമാനപ്രകാരം കഴുത്തിനേറ്റ ക്ഷതവുമായി ബന്ധപ്പെട്ട് പരിശോധന നടത്തുന്നതിന് വേണ്ടി പരിയാരം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് നിയോഗിച്ച വിദഗ്ധ സംഘം ബഹുമാനപ്പെട്ട ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രിയെ പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ MRI സ്കാനിംഗ് ഉൾപ്പെടെ വിദഗ്ധ പരിശോധനകൾ വേണമെന്ന് നിർദ്ദേശിച്ചു. ഒപ്പ് സൂപ്രണ്ട് ജില്ലാ ആശുപത്രി കണ്ണൂർ. ആലോചിച്ച് നോക്കണം, സംഭവം എന്താണെന്നുള്ളത് അറിഞ്ഞായിരിക്കുമല്ലോ അല്ലേ. അതായത് നമ്മുടെ വീണ ജോർജ് ഇവിടെ മലബാറിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഒരു 3-4 KSUക്കാരെ ഒരു കരിങ്കൊടിയായിട്ട് വന്നു. കരിങ്കൊടി 1 കിലോമീറ്റർ അകലെ കണ്ടത് വീണ ജോർജിൻ്റെ പെടലി ഒടിഞ്ഞു എന്നാണ് പറയുന്നത്. ഇതാണ് സംഭവം, വേറെ കാര്യങ്ങളൊന്നുമില്ല. എന്താണെങ്കിലും ശരി, അതിൻ്റെ പേരിൽ അപ്പോഴത്തേക്കും ഓടിയെത്തിയിരിക്കുന്നു. എന്തായാലും നമ്മുടെ സംസ്ഥാന ഭരണത്തലവന്മാരെല്ലാം ആ മേഖല തന്നെ ഉണ്ടായിരുന്നത് കൊണ്ട് ഏറ്റവും ആദ്യം ഓടിച്ചെന്നതിനകത്ത് നമ്മുടെ ബഹുമാന്യനായ സ്പീക്കർ AM ഷംസീർ അദ്ദേഹം അടുത്തിരുന്നു, ആശ്വസിപ്പിച്ചു. അതിനുശേഷം ശ്രീമതി പരിക്കേറ്റ കഴുത്തൊടിഞ്ഞ ആരോഗ്യമന്ത്രിയുടെ ഹോസ്പിറ്റലൈസ്ഡായി നമ്മുടെ ബഹുമാന്യനായ ശ്രീ പിണറായി വിജയൻ അവറുകൾ ഹോസ്പിറ്റലിൽ ചെന്നു ആശ്വസിപ്പിച്ചു. അപ്പോഴത്തേക്കും കേരളം ഇളകി. ഞങ്ങളുടെ ആരോഗ്യമന്ത്രിയെ ആര് കഴുത്തൊടിച്ചു എന്നായി. പിന്നെ കേരളത്തിലിപ്പം മൊത്തത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ പിണറായി സ്ത്രീകളുടെ വിളയാട്ടമാണ് ഇപ്പം നടക്കുന്നത്. എന്താണെങ്കിലും ഇതിനെ സംബന്ധിച്ച് അനേകം കമൻറ്റുകൾ വരുന്നുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു 2 കത്ത് വായിക്കാം. അതായത് യഥാർത്ഥ നല്ല ക്വാളിറ്റിയുള്ള ഒരു കരുത്തുറ്റ, ശരിക്കും പറഞ്ഞാൽ രാജസിംഹം എന്ന് തന്നെ അഭിമാനിക്കാവുന്ന യഥാർത്ഥ കോൺഗ്രസ്സുകാരനായ, കോൺഗ്രസ്സുകാർക്ക് കോൺഗ്രസ് പാർട്ടിയിൽ അദ്ദേഹത്തെ വേണ്ടെങ്കിലും യഥാർത്ഥ കോൺഗ്രസ്സുകാരനായ ശ്രീ രാഹുൽ മാക്കൂട്ടത്തിൻ്റെ 2 ഫേസ്ബുക്ക് പോസ്റ്റ് അതൊന്ന് വായിക്കാം. ജനങ്ങളൊന്ന് കേട്ടിട്ട് ഒന്ന് വിലയിരുത്തുക. ആരാണ് കോൺഗ്രസ്, ആരാണ് യൂത്ത് കോൺഗ്രസ്, ആരാണ് പിണറായിസ്റ്റിനെതിരെ അതിശക്തമായിട്ട് നിലപാടെടുക്കുന്നത് എന്നുള്ളതൊന്ന് വിലയിരുത്തുക. ആ കത്തൊന്ന് വായിക്കാം. സംസ്ഥാനത്തിന്റെ ആരോഗ്യ വകുപ്പ് മന്ത്രിക്ക്, അതും സംസ്ഥാന മുഖ്യമന്ത്രി നേരിട്ടെത്തി വിലയിരുത്തിയിട്ട് പോലും നമ്മുടെ സർക്കാർ ആശുപത്രി കൊടുക്കുന്ന മെഡിക്കൽ ബുള്ളറ്റിൻ ഇത്ര അൺപ്രൊഫഷണൽ ആണെങ്കിൽ നമ്മളെപ്പോലുള്ള സാധാരണക്കാരുടെ അവസ്ഥ എന്താകും? ആരോഗ്യ വകുപ്പ് മനസ്സിലാക്കേണ്ടത് ഇത് നിങ്ങളുടെ ആരോഗ്യമന്ത്രിയുടെ മാത്രം പിടലി ഉളുക്കല്ല, സർക്കാരിന്റെ പിടലി ഉളുക്കാണ്. നാം മര്യാദ കാണിക്കണം. മെഡിക്കൽ കോളേജ് കൊടുക്കാൻ പോകുന്ന MRI എങ്കിലും മെനയായാൽ മതിയായിരുന്നു. ഇതാണ് ഒരു പോസ്റ്റ്. അടുത്തൊരു പോസ്റ്റ്. മലയാള സിനിമയ്ക്ക് ഒരു മഹാനടനെ സംഭാവന ചെയ്ത ജില്ലയാണ് ഞങ്ങളുടെ പത്തനംതിട്ട. നമ്മുടെ സ്വന്തം ലാലേട്ടനെ. ഇന്ന് അതേ പത്തനംതിട്ട മലയാളത്തിന് ഒരു മഹാനടിയെ സംഭാവന ചെയ്തിരിക്കുന്നു. വീണേച്ചി. പത്തനംതിട്ട മൗണ്ട് ബദനി സ്കൂളിലെ മോണോ ആക്ട് വേദിയിൽ തുടങ്ങിയ അഭിനയ സപര്യ ഇന്ന് കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ വരെ എത്തി നിൽക്കുന്നു. ആടി ഉലഞ്ഞ കപ്പലിലെ അഭിനയമൊക്കെ കണ്ട് മലയാളികൾ മൂക്കിൽ വിരൽ വെച്ചിട്ടുണ്ട് മുൻപ്. ഇന്ന് തന്നെ നോക്കൂ, KSUക്കാർ അകലെ നിന്ന് കരിങ്കൊടി കാണിച്ചപ്പോൾ തന്നെ വീണേച്ചിയുടെ പിടലി അങ്ങ് ഉളുക്കിക്കളഞ്ഞു.
സാക്ഷാൽ ഉർവശിക്ക് പറ്റുമോ പിടലി കൊണ്ടുള്ള ഈ ആക്ടിങ്? അതിലും ഉപരി ഇന്ന് KSUക്കാർ കരിങ്കൊടി കാണിക്കും എന്ന് ആന്റിസിപ്പേറ്റ് ചെയ്ത് 4 ദിവസം മുൻപ് കൈക്ക് വട്ടച്ചൊറയുടെ വലിപ്പത്തിൽ മുറിവ് വരുത്തുന്ന ആ സ്കിൻ, അത് ആരോഗ്യ കേരളത്തിനല്ല, ലോകാരോഗ്യ മേഖലയ്ക്കും ലോക സിനിമയ്ക്ക് തന്നെ വിസ്മയമാണ്. ഈ വട്ടച്ചൊറി വലിപ്പത്തിലെ മുറിവുമായി വരുമ്പോൾ ജില്ലാ ആശുപത്രിയിലെ ICU സജ്ജമാക്കുന്ന കേരള ആരോഗ്യ വകുപ്പ് മലയാളിക്ക് ആകെ അഭിമാനമാണ്. അമേരിക്കയിൽ നിന്ന് വരെ രോഗികൾ വിളിക്കും. ഇനിയും മന്ത്രിയെ അകലെ നിന്ന് കരിങ്കൊടി കാണിച്ച് പിടലി കുളിപ്പിച്ച KSU പ്രവർത്തകർക്കെതിരെ വധശ്രമത്തിന് കേസെടുത്ത ശ്രീ വിജയന്റെ പോലീസ് മറ്റൊരു വിസ്മയം ആവുകയാണ്. ലാലേട്ടന്റെ വിരലുകളും കൺപീലികളും വരെയാണ് അഭിനയിക്കുന്നതെങ്കിൽ വീണേച്ചിയുടെ പിടലിയും കയ്യിലെ വട്ടച്ചൊറി വലുപ്പത്തിലെ മുറിവും വരെ അഭിനയിക്കും. എങ്ങനെയുണ്ട്? ഇതാണ് യഥാർത്ഥ യൂത്ത് കോൺഗ്രസിന്റെ ശബ്ദം. കൈക്കും കഴുത്തിനുമെല്ലാം പരിക്കേറ്റിരിക്കുന്നു. കൈയും കഴുത്തും പിടിച്ചു തിരിക്കുന്ന നിലയിലേക്ക് വന്നു എന്നാണ് അവിടുന്ന് കിട്ടിയ വിവരം.